Now we are moving on to the sixth module. So sixth മോഡ്യൂളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലീനിയർ മോട്ടോഴ്സ് ആണ്. ഈ ലീനിയർ മോട്ടോഴ്സിൻ്റെ സബ് കാറ്റഗറി ആയിട്ടുള്ള ലീനിയർ ഇൻഡക്ഷൻ മോട്ടർ, ലീനിയർ സിങ്ക്രണസ് മോട്ടർ, ലീനിയർ റിലക്റ്റൻസ് മോട്ടർ, ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 6-നകത്ത് വരുന്നത്. So now moving on to linear motors. Linear motors എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. ആൻഡ് ഇറ്റ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. പക്ഷേ ഇവിടുത്തെ മെയിൻ പാർട്ട് അല്ലെങ്കിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉള്ള മെഷീൻസിനെ പോലെ AC മെഷീൻസിനെ പോലെ അതിനകത്ത് സ്റ്റേറ്ററുണ്ട്, റോട്ടറുണ്ട്. അതിനകത്തുള്ള റോട്ടറിൻ്റെ മൂവ്മെൻറ്റ് ഒക്കെ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് മോഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ ലീനിയർ എന്ന് പറഞ്ഞ വാക്ക് തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും, ട്രാൻസ്ലേറ്ററി മോഷൻ ആയിരിക്കും. നമ്മുടെ ലീനിയർ മോട്ടേഴ്സിനകത്തുള്ള മൂവ്മെൻറ്റിൻ്റെ ഡിറക്ഷൻ വിൽ ബി സ്ട്രെയിറ്റ്. അതെനിക്ക് തന്നെ ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡ്യൂസിങ് എ റൊട്ടേഷണൽ ടോർക്ക് ഇറ്റ് ഓൾവേസ് പ്രൊഡ്യൂസസ് എ ലീനിയർ ഫോഴ്സ് അലോങ് ഇറ്റ്സ് ലെങ്ത്. അതാണ് അതിൻ്റെ ബേസിക് ഡിഫറൻസ്. കൺവെൻഷണൽ ആയിട്ടുള്ള മോട്ടേഴ്സും ലീനിയർ മോട്ടേഴ്സും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. മൂവ്മെൻറ്റ് ഇസ് translatory as well as the force which is produced is also rotational. Now coming to the different types of linear motors. The different types of linear motors include induction motor, linear DC motor, linear synchronous motor, which again comes two categories. They are linear reluctance motor and linear stepper motor, ഓസിലേറ്റിംഗ് മോട്ടർ, ലീനിയർ ഹൈബ്രിഡ് മോട്ടർ. ഇനി ഈ ലീനിയർ മോട്ടേഴ്സിനെ തന്നെ നമുക്ക് ഹൈ പവർ ലീനിയർ മോട്ടർ എന്നും ലോ പവർ ലീനിയർ മോട്ടേഴ്സ് എന്നും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഈ ഹൈ പവർ ലീനിയർ മോട്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് റാപ്പിഡ് ട്രാൻസ്പോർട്ടേഷൻ, ബാഗേജ് ഹാൻഡ്ലിംഗ്, കൺവെയർ, ക്രെയിൻ ഡ്രൈവ്സ്, ഫ്ലെക്സിബിൾ മാനുഫാക്ചറിംഗ് സിസ്റ്റത്തിലാണ്. അതേസമയം ലോ പവർ ലീനിയർ മോട്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് മെയിൻലി റോബോട്ടിക്സ് ആൻഡ് ഗേറ്റ് കൺട്രോളിലാണ്. Again, coming to the applications of linear electric motors. Main applications of linear electric motors include transportation, actuation systems, conveyor systems, material handling and storage, liquid metal pumping, machine tools operation, operation of sliding doors, etc. So, നമ്മുടെ linear മോട്ടേഴ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ലീനിയർ ഇൻഡക്ഷൻ മോട്ടേഴ്സ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ഇതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ഫോഴ്സ് റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ലീനിയർ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ. മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ഇൻഡക്ഷൻ മോട്ടറിനെ വെച്ച് നോക്കുമ്പം ഇവിടുത്തെ മൂവ്മെൻറ്റ് ലീനിയർ മോഷൻ ആയിരിക്കും. കൺവെൻഷണൽ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് മൂവ്മെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കണ്ടക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടേഴ്സും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ, അതായത് ഫീൽഡിൻ്റെ സ്പീഡും അത് കണക്ക് തന്നെ കണ്ടക്ടേഴ്സിൻ്റെ സ്പീഡും വേരി ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു എന്താ പറയുക കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത് കാരണം തന്നെ ഒരു EMF ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ലെൻസസിലോ അനുസരിച്ച് എന്ത് കാരണം കൊണ്ടാണോ ഈ EMF ഉണ്ടാവുന്നത് ആ കാരണക്കാരനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കാരണം എന്ന് പറയുന്നത് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ഫീൽഡ് ആൻഡ് ദി ഷോർട്ട് സർക്യൂട്ട് കണ്ടക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അൺലൈക്ക് ഇൻ കൺവെൻഷണൽ ഇൻഡക്ഷൻ മോട്ടേഴ്സ്, ഹിയർ ദി മൂവ്മെൻറ്റ് വിൽ ബി ഇൻ ലീനിയർ ഡയറക്ഷൻ. സോ ഇവിടെ നമ്മുടെ ലീനിയർ ഇൻഡക്ഷൻ മോട്ടറിനകത്ത് ഒരു ഫീൽഡ് സിസ്റ്റം ഉണ്ട്. ആ ഫീൽഡ് സിസ്റ്റത്തിനകത്ത് 3 ഫേസ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്സ് ഉണ്ട്. ആ വൈൻഡിങ്സ് നമ്മൾ സ്ലോട്ട്സിനകത്തായിരിക്കും പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഫീൽഡ് സിസ്റ്റം തന്നെ 2 സബ് കാറ്റഗറി ഉണ്ട്. ഒന്ന് സിംഗിൾ പ്രൈമറി സിസ്റ്റവും അതാണ് ഡബിൾ പ്രൈമറി സിസ്റ്റവും. ലീനിയർ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സെക്കൻഡറി എന്ന് പറയുന്നത് ഒരു കണ്ടക്ഷൻ പ്ലേറ്റ് ആണ്. ആ കണ്ടക്ഷൻ പ്ലേറ്റ് ഒരു കോപ്പറോ അലൂമിനിയം വെച്ചുണ്ടാക്കിയേക്കുമായിരിക്കും. അതിൽ കൂടെയാണ് ഇൻട്രാക്ഷൻ കറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ലൈക്ക് ഐ മെൻഷൻഡ് ഇൻ ദ എബോ സ്ലൈഡ്, നമ്മുടെ ഫീൽഡ് സിസ്റ്റം തന്നെ സിംഗിൾ പ്രൈമറി സിസ്റ്റം ഉണ്ട്, ഡബിൾ പ്രൈമറി സിസ്റ്റം ഉണ്ട്, പിന്നെ ഒരു സെക്കൻഡറി സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫിഗറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. മസ്റ്റായിട്ടും ഇത് പരീക്ഷയ്ക്ക് വരയ്ക്കണം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇനി കമ്മിങ് സ്ലൈഡ്സിൽ വരുന്നത്. ലെറ്റ്സ് സീ. സോ മൂവിങ് ഓൺ ടു ദി സിംഗിൾ പ്രൈമറി സിസ്റ്റം. അപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നത്തെ സ്ലൈഡിൽ, അതായത് 6th സ്ലൈഡിലെ ഫിഗർ നോക്കുക. അപ്പോൾ സിംഗിൾ പ്രൈമറി സിസ്റ്റത്തിനകത്ത് ഒരു ഫെറോ മാഗ്നറ്റിക് പ്ലേറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി കണ്ടക്ടിങ് പ്ലേറ്റ്. അതെന്തിനാ നമ്മൾ ഒരു ഫെറോ മാഗ്നറ്റിക് പ്ലേറ്റ് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ റിലക്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ചെറിയ റിലക്റ്റൻസ് പാത്ത് അല്ലെങ്കിൽ ലോ റിലക്റ്റൻസ് പാത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം.
കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫെറോമാഗ്നറ്റിക് പ്ലേറ്റ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി കണ്ടക്ടിങ് പ്ലേറ്റ്. കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ആ ഫിഗർ നോക്കുക. ഇനി ഈ ഫെറോമാഗ്നറ്റിക് പ്ലേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് ഫെറോമാഗ്നറ്റിക് പ്ലേറ്റ് ഗെറ്റ്സ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി പ്രൈമറി. അതായത് നമ്മൾ ഫീൽഡിനെ എനർജൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഫെറോമാഗ്നറ്റിക് പ്ലേറ്റ് പ്രൈമറി ആയിട്ട് അറ്റാച്ച്ഡ് ആവും. ആൻഡ് ദിസ് കോസസ് ആൻ അൺഈക്വൽ ഗ്യാപ്പ് ലെങ്ത് ഓൺ ടു സൈഡ്സ് ഓഫ് ദി കണ്ടക്ടിങ് പ്ലേറ്റ്. അപ്പോൾ നമ്മൾ കണ്ടക്ടിങ് പ്ലേറ്റിൽ ഈ ഫെറോമാഗ്നറ്റിക് പ്ലേറ്റ് കൂടുതലും പ്രൈമറിയിലോട്ട് അട്രാക്റ്റഡ് ആകുമ്പോഴത്തേക്കും കുറച്ച് ആവശ്യമില്ലാത്ത എയർ ഗ്യാപ്പ് ലെങ്ത് അവിടെ രണ്ട് സൈഡ് ഓഫ് ദി കണ്ടക്ടിങ് പ്ലേറ്റ്സിലും വരും. ആ പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ പ്രൈമറി സിസ്റ്റം എംപ്ലോയ് ചെയ്യുന്നത്. സോ സിംഗിൾ പ്രൈമറി സിസ്റ്റത്തിനെക്കാട്ടിലും കൂടുതൽ കുറച്ചും കൂടെ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഡബിൾ പ്രൈമറി സിസ്റ്റം ആണ്. ഇറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു ദി അൺഈക്വൽ ഗ്യാപ്പ് ലെങ്ത് which is produced on the two sides of the conducting plates due to the attraction of the ferromagnetic plate towards the primary. So സിംഗിൾ പ്രൈമറി സിസ്റ്റം, അതായത് നമ്മുടെ ലീനിയർ ഇൻഡക്ഷൻ മോട്ടറിനകത്ത് ഫീൽഡ് സിസ്റ്റം തന്നെ സിംഗിൾ പ്രൈമറി ഉണ്ട്, ഡബിൾ പ്രൈമറി ഉണ്ട്, ഒരു സെക്കൻഡറി പാർട്ടും ഉണ്ട്. അതിൽ സിംഗിൾ പ്രൈമറി സിസ്റ്റം അൺഈക്വൽ ആയിട്ടുള്ള ഗ്യാപ്പ് ലെങ്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിനെ അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നെക്സ്റ്റ് സിസ്റ്റമാണ് ഡബിൾ പ്രൈമറി സിസ്റ്റം. അപ്പോൾ ഡബിൾ പ്രൈമറി സിസ്റ്റത്തിനകത്ത് ഈ അൺഈക്വൽ ഗ്യാപ്പ് ലെങ്ത് വരുന്നില്ല, ബിക്കോസ് ദേ ആർ മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി ഓപ്പറേറ്റിംഗ് ഡിസ്റ്റൻസ്. അതായത് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൈമറിനെ എപ്പോഴും സെക്കൻഡറിനെക്കാട്ടിലും ഷോർട്ട് ആയിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ലെങ്ത് ഓഫ് ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി യൂസ് ഓഫ് ദി മോട്ടർ. അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്കത് മാറ്റുകയും ചെയ്യാം, പക്ഷേ ഡിപ്പെൻഡിങ് അപ്പോൺ ദി യൂസ് ഓഫ് ദി മോട്ടർ നമുക്ക് വേണമെങ്കിൽ പ്രൈമറിയുടെ ലെങ്ത് കൂട്ടാം അല്ലെങ്കിൽ പ്രൈമറിയുടെ ലെങ്ത് കുറയ്ക്കാം. സോ നമ്മുടെ യൂസേജ് അനുസരിച്ചിരിക്കും പ്രൈമറിയുടെ ലെങ്ത് സെക്കൻഡറിനെ റെസ്പെക്ട് ചെയ്ത് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത്. ഇനി ഈ ത്രീ ഫേസ് പ്രൈമറി വൈൻഡിങ്ങിനെ നമ്മൾ എനർജൈസ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ സാധാരണ കൺവെൻഷണൽ ഇൻഡക്ഷൻ മോട്ടറിനെ പോലെ തന്നെ നമ്മൾ ഈ ത്രീ ഫേസ് പ്രൈമറി വൈൻഡിങ്ങിനെ നമ്മൾ എനർജൈസ് ചെയ്യുകയാണ്. ഒരു ത്രീ ഫേസ് സോഴ്സ് വെച്ച് എനർജൈസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറായി. കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ എന്താണ് ഉണ്ടാവുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കൺവെൻഷണൽ മോട്ടറിലാണെങ്കിൽ ആ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഒരെൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലോട്ട് മൂവ് ചെയ്യും. കൺവെൻഷണൽ ഇൻഡക്ഷൻ മോട്ടറിനകത്താണെങ്കിൽ ആ സ്പീഡിനെ പറയുന്ന പേര് സിങ്ക്രണസ് സ്പീഡ് എന്നാണ്. പക്ഷേ ഇവിടുത്തെ ലീനിയർ ഇൻഡക്ഷൻ മോട്ടറിനകത്ത് ഈ ഫീൽഡ് മൂവ് ചെയ്യുന്ന സ്പീഡിനെ നമ്മൾ പറയുന്ന പേര് ലീനിയർ സിങ്ക്രണസ് സ്പീഡ് എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ VS. സോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. കൺവെൻഷണൽ ഇൻഡക്ഷൻ മോട്ടറിനകത്ത് നമ്മൾ ത്രീ ഫേസ് സ്റ്റേറ്റർ വൈൻഡിങ്ങിനകത്ത് നമ്മൾ സപ്ലൈ കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറായി. കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അപ്പം അവിടെ 120 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ഫീൽഡ് റൊട്ടേറ്റിംഗ് ആയിരുന്നു. അൺലൈക്ക് ഇൻ കൺവെൻഷണൽ ഇൻഡക്ഷൻ മോട്ടർ, ലീനിയർ ഇൻഡക്ഷൻ മോട്ടറിനകത്ത് നമ്മൾ എന്താ പറയുക, ത്രീ ഫേസ് പ്രൈമറി വൈൻഡിങ് ഇങ്ങനകത്ത് നമ്മൾ സപ്ലൈ കൊടുത്തു. ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുമ്പം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. പക്ഷേ ആ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് അല്ല, ഒരിക്കലും അത് ലീനിയർ ആണ്. അതൊരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്യുന്ന സ്പീഡിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ സിങ്ക്രണസ് സ്പീഡ് ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ VS. So this is actually the expression for the linear synchronous speed. നമുക്ക് കൺവെൻഷണൽ മോട്ടറിൻ്റെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് NS = 120F/P. പക്ഷേ ഇവിടെ നമ്മൾ ലീനിയർ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് VS ആണ്. VS എന്ന് പറയുന്നത് ലീനിയർ സിങ്ക്രണസ് സ്പീഡ് വിച്ച് ഇസ് ഈക്വൽ ടു 2τf m/s. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ പാരാമീറ്റേഴ്സ് വേരി ചെയ്തു. നോട്ട് ലൈക്ക് ഇൻ കൺവെൻഷണൽ മോട്ടർ. ഇവിടെ നമ്മുടെ ലീനിയർ സിങ്ക്രണസ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടോയിനെയാണ്. ടോ എന്ന് പറയുന്നത് പോൾ പിച്ച് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ മീറ്റർ. അതേപോലെ തന്നെ F എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസി. So linear synchronous speed mainly depends upon the pole pitch and also the frequency in hertz. Unlike in conventional induction motor, അതിനകത്ത് മെയിനായിട്ട് സിങ്ക്രണസ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസിനെ നമ്പർ ഓഫ് പോൾസിനെ ആണെങ്കിൽ ഇൻ ലീനിയർ ഇൻഡക്ഷൻ മോട്ടർ സിങ്ക്രണസ് സ്പീഡ് അല്ലെങ്കിൽ ലീനിയർ സിങ്ക്രണസ് സ്പീഡ് ഇസ് മെയിൻലി ഡിപ്പെൻഡിങ് ഓൺ പോൾ പിച്ച്, നോട്ട് നമ്പർ ഓഫ് പോൾസ്. സോ ഹിയർ റോട്ടർ ഇസ് എ കണ്ടക്ടിങ് പ്ലേറ്റ്. അപ്പം റോട്ടർ പ്ലേറ്റിൻ്റെ സ്പീഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡിന് ഈക്വൽ ആണെങ്കിൽ റോട്ടർ പ്ലേറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. മറിച്ച് റോട്ടർ പ്ലേറ്റിൻ്റെ സ്പീഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തിരിഞ്ഞു വരും. ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് എ റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് വിൽ ബി ഡിഫറെൻറ്റ്.
ഇനി നമ്മുടെ സ്ലിപ്പ് ഓഫ് ലീനിയർ ഇൻഡക്ഷൻ മോട്ടർ. കൺവെൻഷണൽ മോട്ടർ ആണെങ്കിൽ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയായിരുന്നു NS - N ഡിവൈഡഡ് ബൈ NS ആണെന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്പീഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് VS എന്നാണ്, ലീനിയർ സിങ്ക്രണസ് സ്പീഡാണ്. സോ ഹിയർ സ്ലിപ്പ് of the linear induction motor S is equal to VS minus V divided by VS. അതിൽ V എന്ന് പറയുന്നത് ആക്ച്വൽ സ്പീഡ് ഓഫ് ദി റോട്ടർ പ്ലേറ്റ്, VS എന്ന് പറയുന്നത് ലീനിയർ സിങ്ക്രണസ് സ്പീഡ്, S എന്ന് പറയുന്നത് സ്ലിപ്പ്. കമ്മിങ് ടു ദി എക്സ്പ്രഷൻ ഫോർ ദ ലീനിയർ ഫോഴ്സ്. ഇവിടുത്തെ നമ്മുടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലീനിയർ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ F is equal to P2 by VS. P2 എന്ന് പറയുന്നത് ആക്ച്വൽ പവർ സപ്ലൈ ടു ദി റോട്ടർ ആൻഡ് കോപ്പർ ലോസ് ഇൻ ദ റോട്ടർ എന്ന് പറയുന്നത് സ്ലിപ്പ് ടൈംസ് actual power supply to the rotor. And mechanical power and equation എന്ന് പറയുന്നത് P mechanical is equal to 1 minus S into P2. And tractive force can be varied either by varying both frequency and voltage so that induction density remains constant. അപ്പം നമ്മുടെ മൊഡ്യൂൾ 6-നകത്ത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് explain the transverse edge effect and end effect of linear induction motor. So transverse edge effectും എൻഡ് എഫക്റ്റീവ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓഫ് ലീനിയർ ഇൻഡക്ഷൻ മോട്ടർ. അതിൽ ട്രാൻസ്വേഴ്സ് എഡ്ജ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡറിക്കകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് വെൽ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് സെക്കൻഡറി ഓഫ് ദ ലീനിയർ ഇൻഡക്ഷൻ മോട്ടർ ഒരു സോളിഡ് കണ്ടക്ടിങ് പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കറണ്ടിൻ്റെ പാത്ത് കറക്റ്റായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഏത് കറണ്ടിൻ്റെ പാത്താണോ അല്ലെങ്കിൽ ദ പോർഷൻ ഓഫ് ദി കറണ്ട് പാത്ത് which is parallel, which is in the same direction of the motion of the secondary, it will not produce the useful thrust. അതായത് കറണ്ടിൻ്റെ പാത്ത് ഏത് പോർഷൻ ഓഫ് കറണ്ട് പാത്ത് ആണോ നമ്മുടെ സെക്കൻഡറിയുടെ മൂവ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ വരുന്നത് ആ സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നഷ്ടത്തിന് മാത്രമേ, അതായത് ആ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ആ ലോസിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്വേഴ്സ് എഡ്ജ് എഫക്റ്റ്. ബിക്കോസ് ദി കറണ്ട് പാത്ത് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് മോട്ടേഴ്സ് സിംപ്ലി അത് വേസ്റ്റ് ആയി പോവാണ്. അത് നമ്മുടെ എഡ്ജ് ഓഫ് ദി വൈൻഡിങ് പ്ലേറ്റ്സിൻ്റെ എഡ്ജിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. അത് നമുക്ക് യൂസ്ഫുൾ ഫോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് എഡ്ജ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു ദി എൻഡ് എഫക്റ്റ് ഓഫ് ലീനിയർ ഇൻഡക്ഷൻ മോട്ടർ. ഇൻ ട്രാൻസ്വേഴ്സ് എഫക്റ്റ് നമ്മുടെ കറണ്ടിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ആ ഫീൽഡിൻ്റെ സെക്കൻഡറി സെയിം ഡയറക്ഷനിലാണ് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എഡ്ജസിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഫോഴ്സിനെ കൂടുതൽ എടുക്കാനായിട്ട് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. സിമിലർലി ഇവിടെ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ പാത്ത് ഫീൽഡ് സ്ട്രക്ചറിൻ്റെ എൻഡിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം നമുക്ക് അതിനെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു ലോസസിനെ പറയുന്ന പേരാണ് നമ്മൾ എൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് കറണ്ട് വിൽ ബി മോർ കോൺസെൻട്രേറ്റഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി കണ്ടക്ടിങ് പ്ലേറ്റ് ആൻഡ് വി കനോട്ട് യൂസ് ദി ത്രസ്റ്റ് യൂസ്ഫുള്ളി. അപ്പോൾ അതാണ് നമ്മുടെ എൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് എൻഡ് എഫക്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് പോൾസ് ഓൺ മോട്ടർ. So coming towards the advantages of linear induction motor, advantages include low initial cost, low maintenance cost, simplicity, no limitation of tractive effort, no limitation of maximum speed, no overheating of rotor, better power to weight ratio. Moving on to the disadvantages of linear induction motor: poor utilization of motor due to transverse edge effect and end effect, low power factor and poor efficiency, high capital cost, complication and high cost involved in providing three-phase collector system along the track, difficulty in maintaining adequate clearance at points and crossings. Coming on to the applications of linear induction motor again, used in conveyors, traveling cranes, electromagnetic pumps. നമ്മുടെ റെയിൽവേ ട്രാക്ഷനിൽ നമ്മൾ ഹൈ സ്പീഡ് റെയിൽവേ ട്രാക്ഷനിൽ ഇത് നമ്മൾ ലീനിയർ ഇൻഡക്ഷൻ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. And mainly it is used in application in which the field system moves and the conducting plates remain stationary, such as traveling crane motors. It can be also used where the field system remains stationary and conducting plate moves, like in automatic sliding doors in electric trains, metallic conveyors, etc. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിതിനെ അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ ഫീൽഡ് സിസ്റ്റം മൂവ് ചെയ്യുക, ആ സമയത്ത് കണ്ടക്ടിങ് പ്ലേറ്റ് സ്റ്റേഷനറി ആയിട്ടിരിക്കാം. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വരുന്നത് ട്രാവലിംഗ് ക്രെയിൻ മോട്ടേഴ്സിലാണ്. പിന്നെ അല്ലാതെ നമുക്ക് ഫീൽഡ് സിസ്റ്റം സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നു, കണ്ടക്ടിംഗ് പ്ലേറ്റ് മൂവ് ചെയ്യുന്നു, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വരുന്നത് ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോർസ്, ഇലക്ട്രിക് ട്രെയിൻസിൽ ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോർസ്, മെറ്റാലിക് കൺവെയർസ് എല്ലാം ഫീൽഡ് സ്റ്റേഷനറി ആണ്, കണ്ടക്ടിംഗ് പ്ലേറ്റ് മാത്രം മൂവ് ചെയ്യുന്നു. ഏതെങ്കിലും ഒന്ന് സ്റ്റേഷനറി ആയിട്ട് മറ്റൊന്ന് റിലേറ്റീവ്ലി മൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലാണ് ലീനിയർ ആയിട്ട് മോഷൻ വരുന്നിടത്ത് നമ്മൾ ലീനിയർ ഇൻഡക്ഷൻ മോട്ടോഴ്സ് അപ്ലൈ ചെയ്യുന്നത്.